ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം ഗൈസ് ഇന്ന് നമ്മൾ ഒരു പ്രയാണം നടത്താൻ പോവാണ്. ഡോറയുടെ പ്രയാണമല്ല, കൊച്ചു ബേബിയുടെ പ്രയാണം. നമ്മൾ എവിടെ പോകുന്നു കൊച്ചു? ടാറ്റ അല്ല, പറയാ കന്യാകുമാരി. ഇന്നൊരു വലിയ സംഭവം നടന്നു കേട്ടോ. ഞങ്ങളൊരു ചെറിയ സന്തോഷമുണ്ട്. നമ്മളൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ആ വണ്ടി എടുത്തത് പ്രമാണിച്ച് ഞങ്ങൾ പൊന്മുടിയിലേക്ക് ഒരു ട്രിപ്പ് വിട്ടായിരുന്നു ഇന്ന് രാവിലെ. ഭാഗ്യത്തിന് ഞാനത് വ്ളോഗ് ചെയ്തില്ല. ഇന്നലെ അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, മഴ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം തിരിച്ചു വിട്ടു. അപ്പോൾ ആ ട്രിപ്പ് ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പം അതിനൊരു ക്ഷീണം മാറ്റാനാണ് ഞങ്ങൾ പെട്ടെന്ന് അടുത്ത പ്ലാൻ ഇട്ടത് കന്യാകുമാരിയിലോട്ട് പോകാൻ പോകുന്നത്. ആക്ച്വലി ഇന്ന് കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആയിരുന്നു. കുഞ്ഞാവ എന്ന് പറഞ്ഞാൽ മനു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പൊന്മുടിയിലോട്ട് പോയത്. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് പിന്നെ തിരിച്ച് വന്ന് കുഞ്ഞാവ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അപ്പോൾ ബാക്കി ഞങ്ങളൊക്കെ, ഞാൻ, അർജുൻ ചേട്ടൻ, അരുൺ ചേട്ടൻ, അനു, കൊച്ചു ബേബി, ആശമ്മ, ഞങ്ങൾ ഇത്രയും പേര് കന്യാകുമാരിയിലോട്ട് പോവാണ്. പോകുന്നതിന് മുന്നേ ഹാപ്പിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. അപ്പോൾ ഹാപ്പിയെ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. ബാക്കി ഡോഗ്സ് ഒക്കെ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് തനിയെ ഇരുന്ന് ശീലമുണ്ട്. ഹാപ്പിക്ക് നമ്മളെ കാണാതിരുന്ന അങ്ങനെ ശീലമല്ല. ഹാപ്പിക്ക് എപ്പോഴും ഒരു ഹ്യൂമൻ കമ്പനി വേണം, ഇല്ലെങ്കിൽ ഹാപ്പി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവും. അപ്പം ഹാപ്പിയെ കൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇതാ കൊച്ചു ടു ബ്ലൂ. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ മാത്രമല്ല കന്യാകുമാരിയിലോട്ട് പോകുന്നത്, ഞങ്ങളുടെ കൂടെ നിങ്ങളും വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ ടു കൊച്ചു, ലെറ്റ്സ് ഗോ ടു കന്യാകുമാരി. കൊള്ളാമോ? സൂപ്പറാണോ? മിണ്ടൂലേ കൊച്ചു? ചെരുപ്പിടണ്ടേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ബണ്ണിപ്പല്ല എവിടെ? ബണ്ണിപ്പൽ, മമ്മയുടെ ബണ്ണിപ്പല്ല എവിടെടാ? അപ്പൊ എല്ലാരും റെഡിയായി കഴിഞ്ഞ് നമ്മളിതാ പോകാൻ പോവാണ്. എല്ലാ ദിവസവും മുടക്കാതെ നമ്മൾ 4:30 വിളക്ക് വെച്ചുകൊണ്ടിരുന്നതാണ് കൃഷ്ണന്. അപ്പൊ അത് ഇന്ന് മുടങ്ങിപ്പോയി. സാരമില്ല, നമ്മൾ വന്നിട്ട് ബാക്കി വിൽക്കുന്നതായിരിക്കും. ഗോഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കന്യാകുമാരി പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വോയിസ് ഓവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറേ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ക്യാമറ നോക്കിയിട്ട്. അപ്പം ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ ബ്രദർ താമസിക്കുന്നത്. എൻ്റെ വല്യമ്മ താമസിക്കുന്ന ആറ്റുകാൽ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ്. ആദ്യം നമ്മൾ അവനെ കൊണ്ടുപോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. കന്യാകുമാരി സർപ്രൈസിംഗ്ലി കുറേ പെറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും മാറി നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത്, അതാണ് ഇവനിവിടെ ആക്കിയിട്ട് പോകുന്നത്. അശോകന് ഒട്ടും സുഖമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നേരത്തെ ടാബ്ലറ്റൊക്കെ കഴിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ ആനന്ദി പെരിയമ്മയായിരുന്നു ഉണർന്നിരുന്നത് ഹാപ്പിയെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഹാപ്പിക്ക് ഇതാ കയറിയ ഉടനെ അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്യൂട്ട് ഒരു ഷിറ്റ്സും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹാപ്പിയെ വിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ നാളെ അവൻ നമ്മളോട് വരുന്നില്ലെന്ന് ഞാനും പറയുമെന്ന്, അല്ലെങ്കിൽ അവൻ ഗേൾ ഫ്രണ്ടുമായിട്ട് വരും. 3-4 ഭാര്യമാരൊക്കെ ആയിട്ട് വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തി. എന്ത് കാറ്റായിരുന്നെന്നറിയോ ഇവിടെ വന്നപ്പം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. യെസ്, നമ്മൾ ഹോട്ടൽ ജയമിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തി. വർണ്ണ വഴിക്ക് ഒരു അവിടത്തെ എൻട്രിയിൽ ഒരുത്തൻ ഭയങ്കര ഷോ, എൻ്റെ മുട്ട ഷോ, ഒരു തമിഴ്. നമ്മൾ നമ്മളെ മറ്റേ മലയാളികളായതുകൊണ്ട് അവൻ അറിഞ്ഞൂടാ ഞാൻ തമിഴത്തെയാണെന്ന്. അവൻ അറിഞ്ഞൂടാ അവൻ മറ്റേ മലയാളിയാണെന്ന് എന്നെ തോന്നുന്നു. ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവന് യൂണിഫോം ഇല്ല, അവന് ID കാർഡും ഇല്ല, അവന് ഒരു തേങ്ങയില്ല. അവനെ കണ്ടാൽ തന്നെ ഒരുമാതിരി പിടിച്ചുപറിക്കാരനെ പോലെ ഇരിക്കുന്നു. മറ്റേ കണ്ടാൽ തന്നെ അവൻ ടോർച്ചിങ്ങനെ അടിച്ചുകൊണ്ട് നിന്നിട്ട് വണ്ടി നിർത്താൻ തോന്നുന്നത്. അവനെ കണ്ട വണ്ടി നിർത്താൻ തോന്നുന്നു. തനി ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു പോക്കരി ചെറുക്കൻ, ഒരു അലവലാണ്. എന്നിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. അവനാണ് മൂഡ് കളഞ്ഞത്. സന്തോഷത്തോടെ നമ്മൾ വന്നായിരുന്നു. പിന്നെ പട്ടി ഷോ.
ID കാർഡ് ഉണ്ടോ ചോദിച്ചപ്പോഴത്തേക്ക് ഇരുന്ന് കണ്ണുരുട്ടും ബേ 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 എന്ന് പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കിടന്നുറങ്ങണോ സൺറൈസ് കാണാൻ പോണോ സൺറൈസ് കാണാൻ പോണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുക. അതുപോലെയല്ല ഇവിടുത്തെ സൺറൈസ്, കന്യാകുമാരിയിൽ പ്രത്യേക 3 കടൽ ഒരുമിച്ചുള്ള. പക്ഷെ കന്യാകുമാരിയിൽ അത്രയും ശംഖുമുഖത്ത് പോയി കണ്ടാ മതി. ശംഖുവും പക്ഷെ കന്യാകുമാരി അല്ലല്ലോ. ശംഖുമുഖത്ത് കന്യാകുമാരി ദേവി ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കന്യാകുമാരി ദേവി ഉണ്ടല്ലോ. അവിടെ ശംഖുമുഖത്ത് അമ്പലത്തിലെ ദേവി ഉണ്ടല്ലോ. ആ നമ്മൾ കന്യാകുമാരിയിലേ വന്നേക്കുന്നത്. അപ്പൊ കന്യാകുമാരി കാണണ്ടേ? സൺറൈസിന്റെ പ്രത്യേകത ഒത്തിരി പറഞ്ഞു കൊടുക്കാതിരിക്കണ്ട. ഇവിടത്തെ സൺറൈസ് അങ്ങനെ എന്തോന്ന് പ്രത്യേകത? ശംഖുമുഖത്ത് പോയി കണ്ടാ പോലെ സൺറൈസ് കാണാൻ പറ്റൂല, മൊത്തം മേഘം മൂടിക്കിടക്കും. സമയം ഇപ്പോൾ 5:52. എനിക്ക് വിശക്കാണ്. സൺസെറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? സൺറൈസ് ഇല്ല ശംഖുമുഖത്ത് അല്ലേ? എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കി ചേട്ടൻ. രണ്ട് സൈഡിലും കടലാണ്, 3 സൈഡിലും കടലാണ്. അവിടെ രാത്രി മാത്രമല്ല, അവിടെ സൺറൈസ് കാണാൻ പറ്റൂല. വരുന്നുണ്ടോ നീ ഇപ്പൊ സൺറൈസ് കാണാൻ? നീയൊക്കെ പോയി കാണും സൺറൈസ്. ബാൽക്കണി ഉണ്ടായിരിക്കും, നമ്മുടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഓ വാവ്, നിങ്ങൾക്ക് ബാൽക്കണി ഉണ്ടല്ലേ? അപ്പുറത്ത് ചായച്ച് കുളിച്ചോണ്ടിരിക്കുന്നപ്പുറത്തെ ഹോട്ടലില് മാമൻ കുളിച്ചോണ്ടിരിക്കും. ഒന്നൊരു കാര്യം ചെയ്യും, ഇവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങണ്ട, നമുക്ക് സൺറൈസ് പോയി കാണാം. പാർക്ക് വേണ്ടേ? പാർക്കും വേണ്ട, ബീച്ചും വേണ്ട. അപ്പൊ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇതാണ് സുഖം. ബ്ലാക്ക് ഷൂ. അച്ഛൻ വിളിക്കുന്നു, ചക്കരേ പപ്പ വിളിക്കുന്നു, പൊന്നുമോ എന്റെ പൊന്നേ എന്റെ ചക്കരേ. ചേച്ചി വിളിക്കും, കൊച്ചു ബംഗ്ലാപൂത്തു വിളിക്കും, തങ്കം. പോകാം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡ് സർവീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് റെഡിയായി കുറച്ച് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് കയറിയതാണ്. അവിടെ നിന്ന് ഒരു കുട്ടി പർച്ചേസ് ഒക്കെ നമ്മൾ ചെയ്തു. കുഞ്ഞാവയ്ക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചായിരുന്നു, അനുവിനൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി. പണ്ടത്തെ പോലെ ഒത്തിരി അങ്ങോട്ട് വിടത്തില്ല. കുറേ മുമ്പ് ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ കാർ ഇട്ടിട്ട് നമ്മൾ കുറേ നടന്ന് തന്നെയാണ് പോകേണ്ടത് കേട്ടോ. സംഭവം നല്ല വെയിലാണെങ്കിലും കടലിൻ്റെ സൈഡ് കന്യാകുമാരിയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് ടയേർഡ് ആവുന്നില്ലായിരുന്നു. നമ്മൾ ഈ വാക്ക് ചെയ്ത് പോകുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഈ കൈ ജോത്സ്യവും കിളി ജോത്സ്യവും ഒക്കെ കൊണ്ടിങ്ങനെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ പേരെ നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിലും ഒരാളെ നമുക്ക് തീരെ ഈ കാണുന്ന വ്യക്തിയെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ പൈസ ഒന്നും തരണ്ട എന്നാലും പറയുന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിടിച്ച് നിർത്തി പറയിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പൈസ കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പേടിയാണ് കേൾക്കാനായിട്ട്. അപ്പോൾ ഞാനത് ആദ്യമേ അയാളോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് പറയരുത്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ ആദ്യമേ പറഞ്ഞു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല, നല്ലത് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാർഡ് എടുപ്പിച്ചത്. അപ്പോൾ എല്ലാവരെയും പറ്റി നല്ലതാണ് പറഞ്ഞ കേട്ടോ. എന്നെ പറ്റി പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, മൂക്കത്താണ് എൻ്റെ ശുണ്ഠി എന്ന്. പക്ഷെ അതെനിക്ക് തെറ്റായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളൊന്നും അല്ല. പിന്നെ ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് എന്നെ പുകഴ്ത്തി അടിച്ചു. പിന്നെ അരുൺ ചേട്ടനെ പറ്റി പറഞ്ഞു, അരുൺ ചേട്ടൻ ഫിലിം സ്റ്റാർ ആവണ്ടായിരുന്നു, ഇനി സമയം കഴിഞ്ഞിട്ടില്ല, നോക്കിക്കോളൂ, ചിലപ്പോൾ വലിയ സിനിമാ നടനാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ ചേട്ടനെ പറ്റി പറഞ്ഞൊരു കാര്യം എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്, കടലിൻ്റെ ആഴം വേണമെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റും, പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ മനസ്സ് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ആ മനസ്സിൽ നിന്ന്.
അങ്ങനെ അർജുൻ ചേട്ടനെ പറ്റി കുറെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും പൈസ വാരിക്കോരി കൊടുക്കും, കണക്കൊന്നും നോക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ചെലവാക്കണം, അങ്ങനെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അനുവിനെ പറ്റി പറഞ്ഞ അനു പഠിച്ച് വലുതായ ഒരു കളക്ടർ ആവും എന്ന് പറഞ്ഞു. അനു അവിടെ തന്നെ ഞെട്ടി, അനുവിന് കളക്ടർ ആവണ്ടായിരുന്നു. അപ്പൊ അനു അത് കേട്ടങ്ങ് മൂഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ അനുവിനെ പറ്റി പറഞ്ഞത് അപർണ നല്ല വാക്സാമർത്ഥ്യമുള്ള കുട്ടിയാണ്, പിന്നെ അപർണ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ വിചാരിക്കാൻ അല്പം മടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ നടക്കുമ്പോൾ മൊത്തം അതൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കളക്ടർ അപർണ എന്നൊക്കെ കളിയാക്കി വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഇതേപോലെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് പ്രിന്റ് എടുത്ത് തരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വ്യക്തി, നമുക്കിപ്പോൾ ഫോട്ടോസ് എടുത്തു തരുന്ന വ്യക്തി മലയാളമൊക്കെ സംസാരിക്കുന്ന ഒരാൾ, ട്രിവാൻഡ്രത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് തന്നായിരുന്നു. സാരി ഉടുത്തത് ഒരു ഭയങ്കര ബാഡ് ഐഡിയ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി കേട്ടോ. പറക്കുന്നത്, അതായത് മുന്താണി പറക്കുന്നത്, സാരിയുടെ താഴേന്ന് പറക്കുന്നത്. പക്ഷെ ഞാൻ അണ്ടർസ്കേർട്ട് ഇട്ടിട്ടല്ല ഞാൻ സാരി എടുക്കുന്നത്, ഞാൻ എപ്പോഴും ലെഗിൻസ് അല്ലെങ്കിൽ പാൻസ് ഇട്ടിട്ടാണ് സാരി എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാനം കാത്തു. അങ്ങനെ നമ്മൾ അവിടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിവേകാനന്ദ റോക്കിലോട്ട് പോകാനായിട്ട് ആ ബോട്ടിങ്ങിന്റെ പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചു ബേബി ഇത്രയും വെയിലത്തും കാറ്റും ഒക്കെ നിന്നപ്പോൾ ആള് അത്രയും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. ഭയങ്കര പ്ലസന്റ് ഒന്നും അല്ലായിരുന്നു. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു, ക്രാങ്കി ആവുന്നുണ്ടായിരുന്നു, ബോട്ട് റൈഡ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ. അപ്പം കുറച്ച് ഞാൻ വിചാരിച്ചതുപോലെ, ഞാൻ ആദ്യം വെച്ച് കൊച്ചു ബേബി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുമായിരിക്കുമെന്ന്, പക്ഷെ ആൾ അത്രയും എൻജോയ് ചെയ്തില്ല. പിന്നെ നമ്മളുടെ വിവേകാനന്ദ റോക്കിലേക്ക് എത്തി. ഇവിടെയൊക്കെ വരുമ്പം എൻ്റെ ഒരു എന്ന് വെച്ചാൽ അച്ഛന് കന്യാകുമാരി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മിണ്ടി തുമ്മിയാ തെറിച്ചാൽ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകലാണ് ഞങ്ങളുടെ ഒരു ഇത് കേട്ടോ. ട്രിപ്പാണെങ്കിൽ കന്യാകുമാരി, ഫ്രീ ടൈം കിട്ടിയാൽ ഓക്കെ കന്യാകുമാരി, അങ്ങനെ. അപ്പം ഞങ്ങൾ ഇഷ്ടം പോലെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സൺറൈസ് കാണാൻ വേണ്ടി വന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങും, അമ്മയ്ക്ക് ദേഷ്യം വരും. സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ പോയി വിവേകാനന്ദ റോക്കിലൊക്കെ പോയി, പിന്നെ കന്യാകുമാരി അമ്പലത്തിലൊക്കെ പോയിട്ട് വരും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെമ്മറീസ്. അച്ഛൻ മരിച്ച ശേഷം ഒറ്റ പ്രാവശ്യം ഞങ്ങൾ പോയുള്ളൂ കന്യാകുമാരി അമ്പലത്തിൽ. പിന്നെ ഒരു 5 ഇയേഴ്സിന് ശേഷം ഞാൻ അർജുൻ ചേട്ടനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചേ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി അത് ഭയങ്കര വിഷാദത്തോടെയും സങ്കടത്തോടെയും ചെയ്യേണ്ട ഒരു സോങ് ആണ്. പക്ഷെ ഞാൻ എടുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുഖം ഭയങ്കര ചിരിച്ച ഒരു മുഖമായിപ്പോയി. അത് ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്യേണ്ടെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അത് ആക്ച്വലി കരഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഒരു മോഹിനിയാട്ടം പദമാണേ, കണ്ടു നോക്കേ. ജലജ ജലധിയിലണയുന്നു ജലജ ബന്ധൂമിക ജലധിയിലണയുന്നു മലയ മാരുതനേറ്റു മമ മനമതിതരാമ്പത വിവശമായി സഖിയലർഷര പരിതാപം ചൊൽവതിന്നു വളിവേണി പടിപാലേ. ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ശോകത്തോടെയാണ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഔട്ട് വന്നപ്പോഴാണ് എൻ്റെ ഫേസ് ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നായിക തൻ്റെ വിഷമം കൂട്ടുകാരെടുത്ത് പറയുന്നതായിട്ടാണ്. പിന്നെ പോട്ടെ, എനിക്കിങ്ങനെ റീഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു. ഓൾറെഡി ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ആ എടുത്ത സ്ഥിതിക്ക് അങ്ങ് അപ്ലോഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു ബേബി എഴുന്നേറ്റു. കാറ്റത്ത് ആളിങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു, പറക്കുവാണെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ച് ബോട്ടിലേക്ക് പോവായിരുന്നു. ഞങ്ങൾ ഈ ബോട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവിടെ ഒരു പഞ്ചാബി ദാബ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഞാൻ പറഞ്ഞില്ലേ, മോള് ഭയങ്കര ബാഡ് മൂഡ് ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നല്ലൊരു വ്ളോഗ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചായിട്ടൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിലേക്ക് വന്നു. മോളെ എടുത്തുകൊണ്ട് നടന്ന് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റതിന് ശേഷം അമ്പലത്തിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അർജുൻ ചേട്ടൻ ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് അർജുൻ ചേട്ടൻ അമ്പലത്തിലേക്ക് ഞങ്ങൾ വിളിച്ചില്ല, കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു, എന്നാലേ തിരിച്ച് വണ്ടി ഓടിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും അരുൺ ചേട്ടനും അനുവും ആശമ്മയും കൊച്ചേബിയും കൂടിയാണ് അമ്പലത്തിലേക്ക് പോയത് കേട്ടോ. മോള് ഉറങ്ങിയേ ഇല്ലായിരുന്നു. തിരിച്ച് വന്നിട്ട് ഫുൾ ആ റൂമിൽ AC ഉണ്ടല്ലോ, അപ്പം ഇത്രയും ചൂടത്തിൽ നിന്ന് വന്നുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച്
കുറച്ചൊന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും എഴുന്നേറ്റ് കുളിക്കേണ്ട സമയമായിപ്പോയി. അരുൺ ചേട്ടൻ ഓൾറെഡി റെഡിയായി വന്ന് നമ്മളെ വിളിച്ചായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ മോളുടെ ഒരു മൂഡ് നമ്മളുടെ ഒരു മൂഡിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഇനി സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി പോകാനുള്ള ആ ഒരു മാനസികാവസ്ഥ എനിക്ക് പോയി. അപ്പം ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് ഞാനൊരു കുർത്ത ഇട്ടു അങ്ങനെ ഇറങ്ങി കേട്ടോ. അനുവും സിമ്പിളായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ നല്ലോണമൊക്കെ ഡ്രസ്സ് ചെയ്ത് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ആ പ്ലാനിങ് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയില്ല. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയത്. ഓട്ടോയിൽ പോയുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ നേരെ ആ നടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരും. നമ്മുടെ കാറാണെങ്കിൽ നമ്മൾ ഒത്തിരി ദൂരത്തിട്ടിട്ട് നടന്നു വരേണ്ടി വരും. അതിനുശേഷം ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. ദേവിക്ക് കൊടുക്കാനുള്ള ഹാരമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കാതിൽ കമ്മലിടാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഞാനും അനുവും കൂടെ അവിടെ ഏതോ ഒരു കടയിൽ പോയിട്ട് ഞങ്ങളൊരു 2 പേൾ സ്റ്റഡ്സ് വാങ്ങിച്ചായിരുന്നു. അതിങ്ങനെ ഇട്ടിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് പോയി. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യുന്നതൊന്നും ഇല്ല. അപ്പോൾ ആ വിഷ്വൽസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നല്ലൊരു ദർശനമായിരുന്നു. അനു ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ദേവിയെ കണ്ടപ്പം. എന്ത് പറ്റി അനുവിനെന്ന് നമുക്കറിയില്ല. അനുവിന് തന്നെ അറിയില്ല എന്താണെന്നുള്ളത്. ദേവിയെ കണ്ടു കഴിഞ്ഞിട്ട് അനു ഒത്തിരി കരഞ്ഞു. അതായത് ഏങ്ങി ഏങ്ങി ഞാൻ ഇങ്ങനെ അനു കരയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി അനു അങ്ങ് കരഞ്ഞു ആ ദേവിയെ കണ്ടപ്പം. ആ ദേവിയുടെ എല്ലാ അനുഗ്രഹവും അനുവിന് ഉണ്ടാവും തന്നെ എൻ്റെ വിശ്വാസമാണ്. ദേവി അത്ര സ്നേഹമുള്ള ഒരു ദേവിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നത് കേട്ടോ. ഹലോ ഗൈസ്, നമ്മുടെ സീക്രട്ട് വയസ്സോട് ഇത്രയും വലിയ കട്ടിലുള്ള റൂം എടുത്തിട്ട് കുട്ടികൾ അലമാരയുടെ അടിയിൽ കിടക്കുന്നു. കൊള്ളാം. സോ അതായിരുന്നു ഗൈസ് ഞങ്ങളുടെ കന്യാകുമാരി വ്ളോഗ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. ബൈ.